ഈ കോൺഗ്രസ് സംസ്ഥാനത്ത് ദുർബലമാകുമ്പോൾ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്ന് ലീഡർ കെ കരുണാകരൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നെങ്കിൽ ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. മുന്നണിയിൽ ഏതെങ്കിലും തരത്തിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ കെ കരുണാകരനെ ഓർക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ കോൺഗ്രസിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട നേതാവായും ചരിത്രം വിലയിരുത്തുന്നത് കെ കരുണാകരനെ തന്നെയാണ്. ഇപ്പോൾ 94 കാലഘട്ടത്തിൽ ISRO ചാരക്കേസുമായി ബന്ധപ്പെട്ട് രാജ്യദ്രോഹി എന്ന് മുദ്ര കുത്തപ്പെട്ടു. ഒരുപക്ഷെ ISRO ചാരക്കേസിൽ ഗൂഢാലോചന അന്വേഷണം CBI പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്നു. നമ്പി നാരായണൻ അടക്കമുള്ള ശാസ്ത്രജ്ഞർ അവർ ഇതിൽ തെറ്റുകാരല്ലെന്നും ഇത് കൃത്യമായ ഒരു ഗൂഢാലോചന ഈ കേസ് ഉണ്ടാക്കുന്നതിൽ നടന്നു. പക്ഷെ അതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയിലേക്ക് അന്വേഷണം പോയിട്ടില്ല. ഇപ്പോഴും ലീഡർക്ക് നീതി ലഭിച്ചില്ല എന്ന ഒരു വിമർശനം ഉയരുന്നുണ്ട്. അതിലിപ്പോൾ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അദ്ദേഹത്തിന് എതിരായി വന്ന ആരോപണങ്ങളൊന്നും അത് അതിൽ യാതൊരു വാസ്തവവും ഇല്ല എന്നുള്ളത് ജനത്തിന് 101% ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് ഈ അടുത്ത കാലത്തെ സംഭവവികാസങ്ങളുണ്ടായൊരു മെച്ചമെന്ന് പറയുന്നത്. അതായത് അദ്ദേഹത്തിന് മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടി ചെയ്തതാണ്, അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അത് ബോധ്യമായി. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ചാരക്കേസ് കൊണ്ട് 2 വ്യക്തികൾക്കാണ് ഏറ്റവും അധികം പ്രയാസമുണ്ടായത്. ഒന്ന് നമ്പി നാരായണന് അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള അദ്ദേഹത്തിന് ഒരുപാട് മർദ്ദനങ്ങളേറ്റു. ഞാൻ കേട്ടത് ഐസിലൊക്കെ അദ്ദേഹത്തിനെ കടത്തിയെന്നാണ്. അദ്ദേഹം ഒരു മൃതപ്രായനായി മർദ്ദനം കാരണം. എന്തോ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് മാത്രം ആയുസിൻ്റെ വലിപ്പം കൊണ്ടുമാണ് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. അതുപോലെ ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾക്ക് പകരം മാനസിക പീഡനമാണ് കെ കരുണാകരനുണ്ടായത്. ആ സന്ദർഭം എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ അമ്മ മരിച്ച സന്ദർഭമാണ്. അദ്ദേഹം റോഡ് ആക്സിഡൻറ്റിൽ അദ്ദേഹം ശാരീരികമായിട്ട് തളർന്ന ഒരു സാഹചര്യം, അതിനു പുറമെയാണ് അമ്മയുടെ മരണം. ഇങ്ങനെയുള്ള ഒരുപാട് പേഴ്സണലായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ ചാരക്കേസ് വന്നപ്പോൾ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങളെ പോലും അത് ബാധിച്ചു. അപ്പം അന്ന് ഈ അമ്മയുടെ ഒരു പരിപാടി, ആദ്യം നടന്നൊരു പരിപാടി 94 എന്നാണ് എൻ്റെ ഓർമ്മ. ഈ ചാരക്കേസ് വന്ന ഉടനെയാണ്. അദ്ദേഹത്തിനൊരു വാക്കുപോലും പ്രസംഗിക്കാൻ കഴിഞ്ഞില്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 9 പേരിൽ നിന്നും ഏതാണ്ട് ഒരു 60, അന്ന് 55 പേരാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ, ലാസ്റ്റ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ 9-ൽ നിന്നും 55-ലേക്ക് കൊണ്ടുവരികയും മുന്നണിക്ക് നല്ല 3-2 ഭൂരിപക്ഷം കിട്ടുകയും ചെയ്ത് ആ ഒരു മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ ജനമധ്യത്തിൽ കൂവലിനും കളിയാക്കലിനും വിധേയനായി കൊണ്ട് അദ്ദേഹത്തിനെ അപമാനിച്ച് ഇറക്കി വിടുകയുണ്ടായത്. അത് ജി കാർത്തികേയൻ്റെ ഭാഷയിൽ ഒരു അൺസെറിമോണിയൽ സെൻറ്റ് ഓഫ്. ശ്രീ കാർത്തികേയൻ പറഞ്ഞൊരു സെൻറ്റൻസ് എപ്പോഴും മറന്നിട്ടില്ല. അതാണ് കെ കരുണാകരനോട് ചെയ്തത് എന്ന് ശ്രീ കാർത്തികേയൻ പിന്നീട് പറയുണ്ടായി. ആ സെൻറ്റ് ഓഫാണ് അദ്ദേഹത്തിന് അന്ന് നൽകിയത്. പിന്നെ ഏതാണ്ടൊരു 4 മാസം വെറുതെ ഇരുത്തി പിന്നെ കേന്ദ്രത്തിലൊരു മന്ത്രിയാക്കി. ആ മന്ത്രി എന്ന് പറഞ്ഞാൽ ഈ രാജ്യരക്ഷയും ആഭ്യന്തര വകുപ്പിനൊക്കെ പകരം ഒരു വ്യവസായ വകുപ്പ്. ആ വ്യവസായ വകുപ്പിൽ തന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രധാനമന്ത്രി കയ്യിൽ വെച്ചു. അങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ ആ കാലഘട്ടം അദ്ദേഹത്തിന് അപമാനത്തിൻ്റെ കാലഘട്ടമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഏറ്റവും വിശ്വസിച്ച തൃശ്ശൂരിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന് പരാജയം ഉണ്ടായി. അങ്ങനെയൊക്കെ ഒരുപാട് മാനസിക തളർച്ച. ഇതിന് ശേഷം നമ്പി നാരായണൻ നിരപരാധിയാണെന്നുള്ള വിധി വന്നപ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞൊരു കമൻ്റ് ഉണ്ടായിരുന്നു, പത്രത്തിലൊക്കെ വന്നിരുന്നു. പറഞ്ഞു അദ്ദേഹത്തിന് നമ്പി നാരായണൻ നിരപരാധിത്വം തിരിച്ചു കിട്ടി, അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിഞ്ഞു. രമൺ ശ്രീവാസ്തവയ്ക്ക് അദ്ദേഹത്തിൻ്റെ ജോലി തിരിച്ചു കിട്ടി. ഒരാൾക്ക് മാത്രമേ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടാതുള്ളൂ, അത് ഞാനാണ് എന്ന് ശ്രീ കെ കരുണാകരൻ പിന്നീട് പറയുന്നുണ്ടായി. ഈ രാഷ്ട്രീയ വിവാദത്തിന് തുടക്കമിട്ടത് ഇടത് ക്യാമ്പാണെങ്കിലും പിന്നീട് അത് കോൺഗ്രസിലെ വിഭാഗീയതയിൽ മറുഭാഗം, കോൺഗ്രസിനകത്ത് മറുഭാഗം അത് ആയുധമാക്കി കെ കരുണാകരനെതിരെ വലിയ പോർമുഖം തുറക്കുകയായിരുന്നല്ലോ. അതുകൊണ്ടല്ലേ പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങി? അത് സത്യത്തിൽ അതിലെ ഇടത് മുന്നണിയിൽ അങ്ങനെ കുറ്റം പറയാൻ കഴിയില്ല. കാര്യം ആയുധം ആരുടെ കയ്യിൽ കൊണ്ടുകൊടുത്താൽ അവർ പ്രയോഗിക്കുമല്ലോ. ഇപ്പോൾ നമ്മുടെ കൂട്ടത്തുള്ള ഒരാൾക്കെതിരായിട്ട് ആയുധം അവരെ ഏൽപ്പിച്ചാൽ അവർ ആയുധം നന്നായി പ്രയോഗിക്കും. അപ്പോൾ അന്നത്തെ കോൺഗ്രസ്സിലെ ആഭ്യന്തര തർക്കങ്ങളിൽ അതിൻ്റെ പിന്നിൽ ശരിക്ക് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവിൻ്റെ ഒരു ചതിയുണ്ട്. ഞാനതിന് ആ വാക്ക് തന്നെയാണ് പറയുന്നത്. അപ്പം അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, എന്നാലും മരിച്ചവരെക്കുറിച്ച് കുറ്റം പറയരുതെന്ന് പറയും. പക്ഷേ അദ്ദേഹം പറഞ്ഞു ഇതൊന്നൊരു പ്രശ്നമല്ല. ഞാനിപ്പോൾ ഓർക്കുന്നത്, ഞാൻ PC ചാക്കോ, സാവിത്രി ലക്ഷ്മൺ, ഞങ്ങളൊക്കെ കൂടെ നരസിംഹറാവിനെ കാണാൻ പോയി. ഇങ്ങനെ കേരളത്തിൽ ഘടകകക്ഷികളൊക്കെ ഇടഞ്ഞു നിൽക്കുന്നു, കെ കരുണാകരനെ താഴെ ഇറക്കാൻ നോക്കുകയാണ്. അപ്പോൾ അന്ന് നരസിംഹറാവ് എന്താ കരുണാകരൻ എന്താ കുറ്റം ചെയ്തിട്ടുള്ളതിന് ഇത്രയൊക്കെ ചെയ്യാൻ?
എന്തിനാണ് അദ്ദേഹത്തിനെതിരായിട്ട് നീങ്ങുന്നത് എന്ന് ചോദിച്ചാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പറയാം അദ്ദേഹത്തിന് രാജി കൊടുക്കാൻ പറയും, ബാക്കി ഞാൻ നോക്കിക്കോളാം, അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ ഞാൻ നോക്കിക്കോളാം, ഒരാഴ്ചയ്ക്കുള്ളിൽ. അപ്പോൾ അത് വ്യക്തമായിട്ട് കോൺഗ്രസിൻ്റെ അന്നത്തെ നേതൃത്വത്തിൻ്റെ നരസിംഹറാവുവിൻ്റെ ഒരു കൈകൾ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചു. അന്ന് അതിന് വേറെ കാര്യമുണ്ട്. അന്ന് ഈ ഒരു വലിയൊരു ഇതുണ്ടായിരുന്നല്ലോ, ഒരു അലിഗേഷൻ പല നേതാക്കന്മാർക്കും എതിരായിട്ട്. ആ അലിഗേഷനിൽ പലരും രാജിവെച്ചല്ലോ. ബൽറാം ചാക്കറിനെ ആ ട്രാപ്പിൽപ്പെടുത്തി രാജിവെപ്പിച്ചു, മാധവറാവ് സിന്ധ്യേനെ ആ ട്രാപ്പിൽപ്പെടുത്തി രാജിവെപ്പിച്ചു. പ്രതിപക്ഷത്ത് അഡ്വാനിക്ക് രാജിവെക്കേണ്ടി വന്നു. അതിനും കെ കരുണാകരനെ തൊടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആരാണോ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ജനങ്ങൾ ഉയർത്തി കാണിക്കുന്നത് അങ്ങനെയുള്ളവരെ തകർക്കുന്ന ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് കെ കരുണാകരനെതിരായിട്ട് ഒന്നും കിട്ടാത്ത നേരത്താണ് ഈ ചാരക്കേസ് വരുന്നത്. അത് നരസിംഹറാവ് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു കൂടുതൽ ഗവേഷണം നടത്തി കേരള രാഷ്ട്രീയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അത് പാർട്ടിയുടെ ഭാവിയെ ബാധിക്കുന്നുള്ളതുകൊണ്ടാണ് എല്ലാം അറിയാമായിരുന്നിട്ടും ഞാനൊക്കെ അതിൽ ഒരു സൈലൻ്റായിട്ടിരിക്കാൻ കാരണം. ഒരുപക്ഷെ കുറച്ചുകൂടെ വ്യക്തത വന്നല്ലോ ഈ CBI അന്വേഷണത്തിലൂടെ. ഇത് കള്ളക്കേസാണ്, കെട്ടിച്ചമച്ചാണ്, ആര് തുടങ്ങി എന്നടക്കം കൃത്യമായി കുറ്റപത്രത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള ഈ രാഷ്ട്രീയ ഗൂഢാലോചന അന്വേഷിക്കപ്പെടേണ്ടതല്ലേ? അല്ല, ഞാൻ വിചാരിക്കുന്നത് ഇത് കോടതിയിൽ ഇതിൻ്റെ വിചാരണ മര്യാദയ്ക്ക് നടന്നാൽ, പക്ഷേ അതിന് ഒരുപാട് പരിമിതികളുണ്ടെന്ന് മനസ്സിലാക്കണം. കാരണം 30 കൊല്ലം ഇത് സംഭവം കഴിഞ്ഞ് 30 കൊല്ലം കഴിയുമ്പോൾ അന്നത്തെ പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. 2-3 പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് ബാക്കിയുള്ളത്. അവർക്ക് എന്തുമാത്രം അവരിതിൽ ഈ കേസ് തേച്ച് മാച്ച് കളയാൻ ഇനി അവർ ശ്രമിച്ചുകൂടായില്ല. ചിലപ്പോൾ വേറെ മേൽക്കോടതി, പക്ഷേ ഇപ്പോൾ സുപ്രീം കോർട്ടിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചാണ് അന്വേഷിച്ചത്. അതുകൊണ്ട് കാര്യമായിട്ട് ഇനി അന്വേഷണം തടസ്സപ്പെടുത്താൻ കഴിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ വിചാരണ ശരിക്കും നീണ്ടുപോയി തങ്ങൾ കുടുങ്ങുന്നത് കണ്ടാൽ ഇപ്പോഴുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ചിലപ്പോൾ നാളെ സത്യം പറയേണ്ടി വരും കോടതി, അല്ലെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടും. അപ്പോൾ ഞങ്ങളിതൊക്കെ നിരപരാധിയാണ്, ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്, ഞങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ കിട്ടിയ അനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിച്ചു എന്ന് അവർക്ക് പറയേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ ഗൂഢാലോചനയും പുറത്തു വരുന്നതാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. പക്ഷേ ഞാനൊരു പൂർണ്ണമായിട്ട് വിശ്വാസമില്ല, കാരണം 30 കൊല്ലം കഴിയും. ഈ ചില ആളുകൾ ഈ കേരളത്തിൽ ചില ഗൂഢാലോചന നടന്നല്ലോ, ആ രാഷ്ട്രീയ ഗൂഢാലോചനയെ അറിയുന്ന പലരും ഞങ്ങൾ ഇപ്പോൾ പറയുന്നില്ല, പിന്നീട് ഞങ്ങൾ തുറന്നു പറയാമെന്ന് പറഞ്ഞ ആളുകൾ, ഇപ്പോൾ ചെറിയാൻ ഫിലിപ്പ് അടക്കം പിന്നീട് പറയാം, അത് വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് വഴിയൊരുക്കും, അതുകൊണ്ട് തൽക്കാലം ഞാൻ നിശബ്ദനാകുന്നു എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിനൊപ്പം പത്മജ വേണുഗോപാലും സമാനമായി തന്നെ വേട്ടയാടപ്പെട്ട ആ കരുണാകരൻ്റെയും കുടുംബത്തിൻ്റെയും ആ സാഹചര്യം വിശദീകരിക്കേണ്ടേ? അങ്ങുൾപ്പെടെ കുടുംബം അനുഭവിച്ച ഒരു വേദനയില്ലേ ആ സമയത്ത്? അല്ല, അതിൽ കുടുംബം അനുഭവിച്ച വേദന എന്ന് പറയുന്നത്, ഒന്ന് അവിചാരിതമായിട്ട് അച്ഛനുണ്ടായ ആക്സിഡൻറ്റ്. അതുവരെ നല്ല ചുറുചുറുക്കോടെ ഓടി നടന്ന വ്യക്തി വളരെ പരിക്കേറ്റ് അവശനായി. ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്ന് പോലും ഞങ്ങളുടെ കുടുംബം പ്രയാസപ്പെട്ടൊരു കാലം. സത്യത്തിൽ അതാണ് അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ തന്നെ കാരണം. അപ്പോഴാണ് ഈ ചാരക്കേസ്, ചെല്ലുന്ന സ്ഥലത്തൊക്കെ കൂവൽ, ഒരുപാട് പീഡനങ്ങൾ കുടുംബം അനുഭവിച്ചു. അതിൽ ലീഡർ മരിക്കുന്ന ഒരു കാലഘട്ടം, ഒരുപക്ഷെ ലീഡറുടെ ആത്മാവിന് ഒരു നീതി ലഭിച്ചില്ല എന്ന് നമ്പി നാരായണൻ ഒടുവിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അല്ല, ഇപ്പോൾ നീതി എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ മരിച്ചുപോയ ഒരാൾക്ക് നാളെ സ്ഥാനങ്ങളൊന്നും കൊടുക്കാൻ കഴിയില്ല. പക്ഷേ എങ്കിലും അദ്ദേഹത്തിനോടൊരു കടുങ്കൈ ചെയ്തു എന്നുള്ള ഫീലിംഗ് സമൂഹത്തിലുണ്ടായി. അപ്പം അതിൽ നമ്പി നാരായണൻ്റെ ഒരു നിയമ പോരാട്ടം സഹായിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ എന്ത് രാഷ്ട്രീയ നിലപാട് അദ്ദേഹം എടുത്താലും അദ്ദേഹം എടുത്ത ആ പൊരുതാൻ, അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ നടത്തിയ പോരാട്ടത്തിൻ്റെ ഒരു മെച്ചം കെ കരുണാകരനെതിരെ അദ്ദേഹത്തിനെ അപമാനിച്ചിറക്കി വിട്ടുന്നുള്ള ഫീലിംഗ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായി. പക്ഷെ നമ്പി നാരായണൻ അനുഭവിച്ച പ്രയാസത്തിൻ്റെ അത്രയൊന്നും അദ്ദേഹത്തിന് കോമ്പൻസേഷൻ കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന് എത്ര കോടി നൽകിയാലും ഏറ്റ മർദ്ദനങ്ങൾക്ക് ഒരു പരിഹാരമല്ല. കോൺഗ്രസ്സിലെ ഏറ്റവും കരുത്തുള്ളൊരു കാലഘട്ടമായിരുന്നല്ലോ ആ ഒരു 90കൾ. ലീഡർ നയിക്കുന്ന കോൺഗ്രസ്, മുന്നണിയും ശക്തമായിരുന്നു. ഒരുപക്ഷെ ഈ ആ ചാരക്കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് ഇത്തരം ഒരു സമ്മർദ്ദം വന്നു നോക്കി പിന്നീട് അങ്ങോട്ട് ഈ മുന്നണി സംവിധാനവും കോൺഗ്രസും ഒക്കെ ദുർബലമാവാൻ കാരണം എവിടെയാണ്? അല്ല, അന്ന് അദ്ദേഹത്തിനെ താഴെ ഇറക്കാതെ അദ്ദേഹത്തിന് വീണ്ടും ഒരു തുടർ ഭരണത്തിനുള്ള അവസരം ലഭിച്ചിരുന്നുവെങ്കിൽ ഈ വിഴിഞ്ഞം പ്രോജക്റ്റൊക്കെ അന്ന് തന്നെ നടപ്പാക്കാൻ കഴിയുന്നു. പക്ഷേ ഇത്രയും കുഴപ്പങ്ങളുള്ളപ്പോഴും
നെടുമ്പാശ്ശേരി വിമാനത്താവളം, കൊച്ചിയിലെ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ഒക്കെ അദ്ദേഹം കൊണ്ടുപോകും. അപ്പോൾ അദ്ദേഹം അത് മാത്രമല്ല, 13 മാസം ബാക്കിയുള്ളപ്പോഴാണ് അദ്ദേഹത്തിനെ ഇറക്കി വിട്ടത്. അതിന് പകരം ആ 13 മാസം കൂടെ അദ്ദേഹത്തിനെ തുടരാൻ അനുവദിക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടെ ഒരു നേതൃമാറ്റം ഉണ്ടായിരുന്നെങ്കിൽ അപ്പോഴും കോൺഗ്രസ്സിന് തിരിച്ചു വരാൻ കഴിയും. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഔദ്യോഗിക ചർച്ചകൾക്ക് തുടക്കമിടുന്നതും ആ ഒരു കാലഘട്ടമായിരുന്നു. തീർച്ചയായും ഔദ്യോഗിക ചർച്ച തുടങ്ങിയെന്നാണ്. പക്ഷേ അത് പൂർത്തീകരിച്ച ശ്രീമാൻ ഉമ്മൻചാണ്ടിയാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയാണ്. കെ കരുണാകരൻ മനസ്സിലാഗ്രഹിച്ചത് പ്രാവർത്തികമാക്കാൻ ഏറ്റവും അധികം ശ്രമിച്ചത് ശ്രീമാൻ ഉമ്മൻചാണ്ടിയാണ്. ആ ഒരു അവകാശവാദം ഇടതുപക്ഷം ഏറ്റെടുക്കുമ്പോൾ അതിലവർക്ക് ഒരു അവകാശമില്ല. കാരണം ഉമ്മൻചാണ്ടി അന്ന് ഇത് ഡ്രോപ്പ് ചെയ്തിരുന്നെങ്കിൽ പിന്നെ ഒരിക്കലും അത് പൊങ്ങില്ലായിരുന്നു. അന്ന് അദാനിക്ക് കൊടുത്തപ്പോൾ ശക്തമായിട്ടുള്ള എതിർപ്പ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിനെപ്പോലും പക്ഷേ ഞങ്ങൾ അന്ന് നഗരത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ MLA-മാർ ഒറ്റക്കെട്ടായിട്ട് അക്കാര്യത്തിൽ മുഖ്യമന്ത്രിയോടൊപ്പം നിന്നു. ആ ധൈര്യമാണ് ശ്രീമാൻ ഉമ്മൻചാണ്ടിയെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിച്ചത്. അന്ന് ആ തീരുമാനം അധികം എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ വിഴിഞ്ഞം ഈ നിലയിലെത്തില്ലായിരുന്നു.